ഞാൻ ഒരു കഥ പറയട്ടെ. നിധിയും സുധീഷും ഇൻ്റർവ്യൂ സ്ഥലത്തേക്ക് പോകുന്നു. നികേഷ് സുഭാഷ് ചേട്ടനോട് ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? ഏയ് ഇല്ലടാ, ഇന്ന് ലീവാ. എന്തു പറ്റി? പണി മുടക്കാത്തതാണല്ലോ എന്ന് നികേഷ്. സുഭാഷ് ഏയ് ഒന്നുമില്ല. ഹരീഷ് നികേഷിനോട് എന്തു പറ്റി? ഒന്നും അറിയില്ല, മൊത്തത്തിൽ ഒരു മൂഡ് ഓഫാണ്. എന്തെങ്കിലും ആവട്ടെ എന്ന് ഹരീഷ്. സുഭാഷ് അടുക്കളയിൽ പോയി ഇന്നലെ സുനന്ദയുടെ കല്യാണം കഴിഞ്ഞ കാര്യമെല്ലാം ആലോചിച്ച് ദുഃഖത്തോടെ നിൽക്കുന്നു. നിധി ഇൻ്റർവ്യൂവിന് എത്തി. എന്നിട്ട് സുധീഷിനോട് പറഞ്ഞു, അന്ന് കാത്തു നിന്ന പോലെ ഇന്ന് നിൽക്കണ്ടാട്ടോ എന്ന്, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. നിധി ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കേ, അല്ലാണ്ട് ഞാൻ വേവലാതിയോടെ നിൽക്കുന്നുണ്ട് എന്ന കാര്യം ഓർത്ത് വിഷമിച്ചു പോയാലേ ഇൻ്റർവ്യൂ കുളമാകും. നിധി ഹലോ, എനിക്ക് ഒരു വേവലാതിയും ഇല്ല. എനിക്ക് വേണ്ടി കാത്തു നിന്നിട്ട് നിങ്ങളുടെ ഉള്ള ജോലി കൂടെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സുധീഷ് സാരമില്ല, നിധിക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മതിയല്ലോ നമുക്ക്. അയ്യോ അതല്ല, എനിക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് പണം കടം ചോദിക്കാമല്ലോ. നിധി അങ്ങനെ ഒരുപാട് കൂടുതൽ ആഗ്രഹിക്കണ്ട, സങ്കടപ്പെടേണ്ടി വരും എന്ന് നിധി. സുധീഷ് ഇനി 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ, വേഗം പോയിട്ട് വാ ഇൻ്റർവ്യൂവിന് എന്ന് പറയുന്നു. നിധി അയ്യോ സമയമായി എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പോകുന്നു. പക്ഷേ സുധീഷ് പോകുന്നില്ല, അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു നിധിയെ. നിധിയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. 2 പേരെ മാത്രം അവിടെ ഇരുത്തിയിട്ട് ബാക്കിയുള്ളവരെ പോകാൻ പറഞ്ഞു. നാളെ ഇവർക്ക് 2 പേർക്കും ഒരു ഇൻ്റർവ്യൂ കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ ജോലി കിട്ടിയോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. സുനന്ദയുടെ വീട്ടിൽ എല്ലാവരും കൂടെ ഇരുന്ന് വർത്തമാനം പറയുന്നു. സുനന്ദയുടെ അച്ഛൻ, മോളെ അശ്വിൻ്റെ അമ്മയും അച്ഛനും ഇപ്പം ഇറങ്ങും, നാളെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും വീട്ടിലേക്ക്. ദിവസം നോക്കിയപ്പോൾ നാളെയാണ് പെൺകുട്ടിക്ക് വീട്ടിലേക്ക് കയറാനുള്ള സമയം എന്ന് അശ്വിൻ്റെ അമ്മ പറയുന്നു. അമ്മാവൻ സുനന്ദയോട്, നാളെ പോയാലേ കുറച്ച് കഴിഞ്ഞാൽ നിന്നെ അശ്വിൻ ദുബായിലേക്ക് കൊണ്ടുപോകും, പിന്നെ നിൻ്റെ ജീവിതം അങ്ങ് മാറും, പിന്നെ ഈ മാമനെയൊക്കെ ഓർമ്മ വേണം കേട്ടോ മോളെ എന്ന അമ്മാവൻ. അശ്വിൻ വളർത്തി വലുതാക്കിയവരെയൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ അമ്മാവ? എന്നിട്ട് സുനന്ദയോട്, അല്ലേ സുനന്ദേ? അപ്പോഴേക്കും അമ്മ അശ്വിന് ജ്യൂസും കൊണ്ടുവരുന്നു. അശ്വിൻ വേണ്ടമ്മേ, വയറ് നിറഞ്ഞിരിക്കുകയെന്ന്. ജ്യൂസല്ലേ മോനെ, കുടിക്കുക എന്ന് പറഞ്ഞ് അശ്വിന് കൊടുക്കുന്നു. സുനന്ദയ്ക്ക് കൊടുക്കാൻ പോകുമ്പോൾ അവൾ വേണ്ടെന്ന് പറഞ്ഞു. അമ്മ സുനന്ദയോട്, പോകാനുള്ള പെട്ടിയൊക്കെ ഒരുക്കി വെച്ചോ? കാര്യം പെൺമക്കളെ കെട്ടിച്ചയക്കണം. പക്ഷേ ഇവിടുന്ന് പോകുന്നു എന്ന് ഓർക്കുമ്പോൾ വിങ്ങലാണ് മനസ്സിൽ. സുനന്ദയുടെ അച്ഛൻ ഭാര്യയെ കളിയാക്കുന്നു. അയ്യോ ഇപ്പോഴേ ഇങ്ങനെ കരയണ്ട, നാളെ പോകുമ്പോൾ കരയാനുള്ളതാണ്, കുറച്ച് കരച്ചിൽ നാളത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. അശ്വിൻ്റെ അമ്മമാർക്ക് കരച്ചിൽ വരും, അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് സുനന്ദയുടെ അമ്മ. അശ്വിൻ സുനന്ദയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും വരാം, എന്നേക്കുമായി പോവുകയല്ലല്ലോ. അതൊക്കെ ശരിയാ മോനെ എന്ന് സുനന്ദയുടെ അമ്മ. ഇത്രയും നാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഞങ്ങളെ വിട്ട് പോവുകയല്ലേ, അത് ഓർക്കുമ്പോഴാ സങ്കടം. സുനന്ദ അമ്മയോട്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. പുറത്തു പോകാനോ? എന്തിനാണ് ഇപ്പോൾ പോകുന്നത്? സുനന്ദ ഭാസ്കരമാമൻ്റെ വീട്ടിലൊന്ന് പോകണം. അച്ഛനും അമ്മാവനും അമ്മയും എല്ലാം അങ്ങോട്ട് പോകുന്നതിനെ എതിർക്കുന്നു. സുനന്ദ ഭാസ്കരൻ മാമൻ്റെ മക്കളുടെ കൂടെയാണ് ഞാൻ കളിച്ചു വളർന്നത്, കല്യാണത്തിന് അവർ ഉണ്ടായിരുന്നില്ല, അവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് സുനന്ദ. അച്ഛൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കല്യാണം കഴിഞ്ഞ പെൺകുട്ടി ഒറ്റയ്ക്ക് പോകുന്നത് അവിടേക്കൊന്നും ശരിയല്ല. സുനന്ദ എന്നാൽ തിരിച്ചു വരികയെന്ന് അറിയില്ല, വന്നാൽ തന്നെ അവിടേക്ക് പോകാൻ പറ്റുമെന്ന് പോലും നിശ്ചയമില്ല, ഞാൻ ഒന്നുപോയി യാത്ര പറഞ്ഞിട്ട് വരാം. അശ്വിൻ പ്ലീസ്. അശ്വിൻ സമ്മതിക്കുന്നുണ്ട് അതിന്. അശ്വിൻ്റെ അച്ഛനും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ സുനന്ദ ഭാസ്കരമാമൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അമ്മ സുനന്ദയുടെ പിന്നാലെ വന്ന്, നിനക്ക് എല്ലാം നശിപ്പിച്ച് അടങ്ങൂല്ലേ, മര്യാദയ്ക്ക് നടക്കടി വീട്ടിലേക്ക്, നിന്നെ ആളുകൾ അവിടെ കണ്ടാൽ എന്തു പറയും, നിന്റെ കല്യാണം കഴിഞ്ഞു പെണ്ണെ, നിനക്ക് നാണമുണ്ടോ, നിനക്ക് അവനുമായി അടുപ്പമുണ്ടായിരുന്നു, അറിഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണമേ നടക്കില്ലായിരുന്നു, നടന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും നിനക്ക് അങ്ങോട്ട് തന്നെ പോണോ,
മതി അമ്മേ, നിർത്ത്. എന്നെ അവിടെ കണ്ട നാട്ടുകാർ ഒന്നും പറയാൻ പോകുന്നില്ല. നിങ്ങളെപ്പോലെ അവർ വിവരം കെട്ടവരല്ല. റോഡിൽ നിന്ന് ബഹളം വെച്ച് നിങ്ങൾ വെറുതെ നാറാൻ നിൽക്കണ്ട. ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആ വീട്ടിലാണ് ഇന്നലെ രാത്രി പോയി നിന്നത്. ആ സമയത്ത് സുഭാഷേട്ടൻ ഇത്തിരി ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. നാട്ടുകാരുടെ മുന്നിൽ നിങ്ങൾക്ക് അഭിമാനത്തോടെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ സുഭാഷേട്ടൻ അത് ചെയ്തില്ല. പകരം എന്നെ ഉപദേശിച്ച് നിങ്ങളോടൊപ്പം തിരിച്ചയച്ചു. അപ്പോൾ അത് ചെയ്യാത്ത സുഭാഷേട്ടൻ ഇന്ന് എന്തു ചെയ്യും എന്നാ അമ്മ കരുതുന്നത്? അങ്ങനെ വൃത്തികേട് ചിന്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ശരിയാ, എൻ്റെ വിവാഹം കഴിഞ്ഞു. എനിക്കത് നല്ല ബോധ്യമുണ്ട്. അടയാളമായി കഴുത്തിൽ ഈ താലിയുമുണ്ട്. എന്നാൽ നിങ്ങളെക്കാളും എന്നെക്കാളും അത് ബോധ്യമുള്ളത് സുഭാഷേട്ടനായിരിക്കും. ആ മനുഷ്യനെ മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. നിങ്ങളുടെ മനസ്സ് ഒരു ഇരുട്ടാണ്. അതിൽ വെളിച്ചം കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിച്ചില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ഞാൻ എൻ്റെ ഭർത്താവിനോട് അനുവാദം വാങ്ങിയിട്ടാണ് പോകുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും പറഞ്ഞ കാര്യം ചെയ്യാൻ എനിക്ക് ഇനി നിങ്ങളുടെ സമ്മതം വേണ്ട എന്ന് പറഞ്ഞ് സുനന്ദ പോകുന്നു. അമ്മ വഷളായി അവിടെ നിന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. നിധി ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്ന് സുധീഷിനെ വിളിക്കുന്നു ഫോണിൽ. സുധീഷ് ഫോണെടുത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിധിയെ വിളിക്കുന്നു. ആ മുഖം കണ്ടാൽ അറിയാം സന്തോഷ വാർത്തയാണ് പറയാൻ പോകുന്നത് എന്ന് സുധീഷ്. നിധി: അപ്പം ഞാൻ വിചാരിച്ചു സുധീഷ് പോയിട്ടുണ്ടാവുമെന്ന്. എങ്ങനെ പോകാനാ, മനസ്സ് പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. സുധീഷ് നിധിയോട്: എന്തായി? സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു, ഇനി നാളെ ഒന്നും കൂടി ഉണ്ട്. അത് എന്തായാലും ചെറിയ ചെറിയ ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ എന്ന് വിചാരിക്കുന്നു. നാളെ 99% ശരിയായി, ബാക്കി നാളെ അറിയാം. ആ സന്തോഷത്തിൽ നിധിയെ ഹഗ് ചെയ്യാൻ ഒരുങ്ങുന്ന സുധീഷ്. അപ്പം നിധി: എന്താ ഇത്? ജസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഒരു ഹഗ്, കോളേജിലൊക്കെ കൂട്ടുകാർ ചെയ്യാറില്ലേ അതുപോലത്തെ. നിധി: നീ എന്തിനത്ര ആലോചിക്കുന്നത്? വെറും ഒരു ഫ്രണ്ട്ലി ഹഗ് എന്ന് സുധീഷ് പറയുന്നുണ്ട്. ഇന്ന് നിധി സമ്മതിച്ചു. സുനന്ദ സുഭാഷിൻ്റെ വീട്ടിലെത്തി സുഭാഷ് ഏട്ടനെ വിളിക്കുന്നു. സുഭാഷ്: നീ എന്താ ഇവിടെ? ഞാൻ നാളെ പോവും, യാത്ര ചോദിക്കാൻ വന്നതാണ്, പേടിക്കണ്ട സുഭാഷ് ഏട്ടൻ. ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചതല്ല, നിന്നെ ഇവിടെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ്. ഓക്കേ ബൈ, വീണ്ടും കാണാം.